ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 39 മത്തായി 22:39. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇത് പറയുവാനുള്ള കാരണമെന്ന് പറയുന്നത്, പരീശന്മാർ കൂടിയപ്പോൾ ഒരു വൈദികൻ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്, മുഖ്യ കൽപ്പന ഏതാണ്? അപ്പൊ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമായ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേതും അതിനോട് തന്നെ സമമായ കാര്യമാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഈ വേളയിലാണ് കർത്താവ് പറയുന്നത്, സ്നേഹത്തെക്കുറിച്ച് ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളിലും ന്യായപ്രമാണവും പ്രവാചകന്മാരും മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. സ്നേഹം ആത്മീക ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങളിൽ ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. നാം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. കാരണം ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച് ക്രൂശീകരണത്തിലൂടെ ഉയർപ്പിലൂടെ ഈ ലോകത്തെ രക്ഷിച്ചു. അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു രക്തം ചിന്തി അവരെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇത് കാണിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള സ്നേഹമാണ്. ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. നമുക്കറിയാം, എന്നാൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് തൻ്റെ പുത്രനെ അയച്ചു. ആ ക്രൂശീകരണത്തിലൂടെ ആ ഉയർപ്പിലൂടെ നമുക്ക് ആ സ്നേഹം ദൈവത്തിന് നമ്മളോടുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് ദൈവം സ്നേഹമാകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ദൈവം എന്ന വെളിച്ചം നമ്മുടെ അകത്തുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകും. കാരണം സ്നേഹം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്താലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും. പരസ്പരം സ്നേഹിക്കുന്നതിനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതിനെ തകർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തെ തകർക്കുന്ന ചില ഘടകങ്ങളുണ്ട്. പക എന്ന് പറയുന്നത് സ്നേഹത്തെ തകർക്കുന്നതാണ്. ദീർഘക്ഷമ ഇല്ലാത്തത് സ്നേഹത്തെ തകർക്കുന്നതാണ്. വഞ്ചന സ്നേഹത്തെ തകർക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം സ്നേഹത്തെ തകർക്കുന്നതാണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ തമ്മിലുള്ള സ്നേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യാക്കോബും യേശാവും നമുക്ക് മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ ആദ്യ കാലഘട്ടത്തിൽ ചില പിളർപ്പുകൾ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് യേശാവിന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബ് തട്ടിയെടുത്തു. പിന്നീട് ലാബാന്റെ വീട്ടിലേക്ക് യാക്കോബ് പോവുകയും അവിടെ വെച്ച് പിന്നീട് അനുഗ്രഹിക്കപ്പെട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് യേശാവിനെ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ പകയില്ല. കാരണം അവർ ദൈവത്തെ കൂടുതൽ അറിഞ്ഞു. അവർ കെട്ടിപ്പുണർന്ന സ്നേഹം തമ്മിൽ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ യേശാവിന് യാക്കോബിനോടൊരു പകയുമില്ല, യാക്കോബിന് യേശാവിനോടൊരു പകയുമില്ല. അവർ തമ്മിൽ കെട്ടിപ്പിണർന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് സ്നേഹം കാണിക്കുന്നതാണ്, തമ്മിൽ സ്നേഹിക്കുന്നത് കാണിക്കുന്ന ഒരു ഘടകമാണ് ഇവിടെ. അവർ തമ്മിൽ പകയില്ല, കാരണം സ്നേഹം പകയ്ക്കുന്നില്ല. ഇവിടെ കാണുന്ന രണ്ടുപേരുടെ സഹോദരന്മാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഏവർക്കും മാതൃകയാണ്. യേശു പറഞ്ഞത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവൻ നേടിയെടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അവന്റെ കൂട്ടുദാസനും അവന്റെ കാര്യങ്ങളുടെ ചിലപ്പോൾ നാം നോക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിനായി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരനുള്ള ആവശ്യവും നമുക്ക് നിറവേറ്റാം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം.
യേശു പറയുന്ന കാര്യം നിങ്ങൾ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു കൽപ്പനയാണ്. യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ വെളിപ്പാടുണ്ടായത് അനുസരിച്ച് യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്, രണ്ടുള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ കാണുന്ന കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അത്യന്താപേക്ഷികമായ ഘടകമാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പൗലോസ് എഴുതിയിരിക്കുന്ന 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ കാണുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഞാൻ മനുഷ്യന്റെയും ദൂതന്റെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ അതുപോലെ തന്നെ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെയും ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ സ്നേഹം പകയ്ക്കുന്നില്ല. ഇതെല്ലാം സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് സ്നേഹം നിലനിൽക്കുന്നതാണ്. ഒരുത്തന് പ്രവചനമുണ്ടെങ്കിൽ അത് മാറിപ്പോകാം, മലകളെ നീക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് മാറിപ്പോകാം, ഭാഷാപരമുണ്ടെങ്കിൽ അതും മാറിപ്പോകാം. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും മാറുകയില്ല. നമുക്കറിയാം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സ്നേഹമാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സ്നേഹം വേണം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അർത്ഥമില്ല. സ്നേഹം എന്നത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. പ്രവചനപരവും എത്ര ആത്മീയതയിൽ അല്ലെ മുന്നിലാണെങ്കിലും മലയെ നിൽക്കുന്ന വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് പൗലോസ് ഇവിടെ 1 കൊരിന്ത്യരിലൂടെ പല സ്ഥലങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നത് അത്യന്താപേക്ഷികമായ ഘടകമാണ്. നമ്മളുടെ സഹപ്രവർത്തകർ, നമ്മളുടെ അയൽവാസികൾ എല്ലാവരെയും നാം സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കുള്ളതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് കൂട്ടുകാരനെ നിന്നെ പോലുള്ള തന്നെ സ്നേഹിക്കുക എന്ന കൽപ്പന നമുക്ക് നിറവേറ്റാം. നമുക്കറിയാം, എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് എന്ന 2 സഹോദരന്മാരാണ് എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത്. അവരുടേതായിട്ടുള്ള ബുദ്ധിപരമായ മികവിൽ സയന്റിഫിക് ആയിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളിലൂടെ അവർ അവസാന എയ്റോപ്ലെയിൻ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവരത് വിജയിപ്പിച്ചു. അപ്പോൾ അവർ തമ്മിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവർ തമ്മിൽ ഒരു ഐക്യത ഉണ്ടായിരുന്നു, സ്നേഹം. അവർ ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് അവർ തമ്മിൽ സ്നേഹിച്ച് പ്രവർത്തിച്ചു, അവർ തമ്മിൽ ഐക്യതയോടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് അവർക്ക് എയ്റോപ്ലെയിൻ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. അവരുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് വിഭിന്നത ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് ഈ കണ്ടുപിടുത്തം ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരാൾ മാത്രമല്ല ഇത് കണ്ടുപിടിച്ചു, 2 പേരും അതിൻ്റെ ഘടകമാണ്. അവർ തമ്മിലുള്ള ഐക്യതയാണ് എയ്റോപ്ലെയിൻ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉണ്ടായ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ഐക്യത കാരണം അവർക്ക് ആ പ്രൊജക്റ്റ് സക്സസ് ആക്കാൻ കഴിയും. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സ്നേഹം അവർ തമ്മിലുണ്ടായിരുന്നു. അവർ തമ്മിൽ ഐക്യതയോടെ പ്രവർത്തിച്ചു. ഇവിടെ കാണിക്കുന്ന വലിയ ദൈവ സന്ദേശം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ സഹോദരന്മാരെ നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. അതുപോലെ തന്നെ കൂട്ടുദാസനെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ
റൈറ്റ് സഹോദരന്മാർ നേടിയെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹത്താലുള്ള ഐക്യത അത്യന്താപേക്ഷികമായ ഘടകമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ഇവിടെയെല്ലാം കാണുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ 2 കൽപ്പനയാണ് ഏറ്റവും വലിയ കൽപ്പന എന്നത്. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കണം. ഇതാണ് മുഖ്യമായ കൽപ്പന. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന നിന്റെ ദൈവത്തെ, നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവിനോടെയും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേതും അതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളാണ് ദൈവത്തിന്റെ വചനവും ന്യായപ്രമാണവും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൂട്ടുദാസനായ മനുഷ്യനെ സ്നേഹിക്കുക. അപ്പം ദൈവത്തെയും അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരം സ്നേഹമാണ്. അപ്പോൾ വചനത്തിന്റെയും പ്രമാണത്തിന്റെയും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ വചനങ്ങളെ ധ്യാനിച്ച് ആ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ വസിക്കും. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിന് വാതിലുകളെ തുറന്നു കൊടുത്താൽ സ്നേഹവാനായ ദൈവം എന്ന വെളിച്ചം നമ്മളിലേക്ക് വന്ന് വസിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് പോലെ ഒരു വലിയ വിജയം ഒരുപക്ഷെ മനുഷ്യർക്ക് ഇനിയും കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്നേഹം എന്ന അടിസ്ഥാനമാണ്. തമ്മിൽ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് ഇന്നത്തെ വചനം എന്ന് പറയുന്നത് നമ്മൾ കേട്ടതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് യാക്കോബും ഏശാവും. കാരണം സ്നേഹം ദീർഘക്ഷമ കാണിക്കുന്നു, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്നേഹിക്കണം തമ്മിലെന്നാണ്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.